വെയിറ്റാ. നീ ഇവിടെ ഉണ്ടായിരുന്നോ? അമ്മേ, അയ്യോ, ഞാൻ ഒന്നും ഉണ്ടാക്കി തരാറുമില്ല, ഒന്നും കഴിക്കാറുമില്ല, പാവം. എന്തായാലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടേലും കുറച്ച് ക്ഷീണിച്ചു. നീ എന്താ പിള്ളേരെയും കൊണ്ട് വീട്ടിലേക്ക് വരാത്ത? അച്ഛനാണെങ്കിൽ 2 ദിവസം കൂടുമ്പോ പറയും അവളെന്താ പിള്ളേരെയും കൊണ്ട് വരാത്ത. ജോലിക്ക് പോയിട്ട് 2 വർഷം കഴിഞ്ഞ് വരും, വന്നിട്ട് കല്യാണം. അതിനുള്ള പ്രായമൊക്കെ ആയോ? പിന്നെ ഇവന് 21 വയസ്സായില്ലേ? അബദ്ധമൊന്നും പറ്റത്തില്ല, പറ്റാതിരിക്കാനാ പറഞ്ഞത്. പെൺപിള്ളേരാണേ, ഓർമ്മ വേണം. വീണ്ടും വന്നു. കറങ്ങത്തിരി നീ അങ്ങോട്ട് വന്ന്. എടി മോളെ, ലച്ചുവിനെ അവർക്കൊരു നോട്ടമുണ്ട്. ലച്ചുവിനെ അവര് ചെറുതിൽ വെച്ച് വരും, അപ്പോഴും നടത്തിയാ മതി. എന്താ? എനിക്കൊന്നും അറിയില്ല. എന്താ എടി, പിന്നെ 2-3 വർഷം കഴിഞ്ഞ് വന്നിട്ട് കല്യാണം നടത്തിയാൽ മതി. അയ്യടി, എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. ഇപ്പൊ വേണമെങ്കിൽ 3 വർഷം കഴിഞ്ഞ് നടത്താമല്ലോ. അവരിങ്ങോട്ട് ആലോചിച്ച് വന്നതല്ലേ, അപ്പൊ അതൊന്നും നല്ല ബന്ധമല്ലേ? ഈ ജന്മം ഇത്രയും നല്ലൊരു ബന്ധം ഇനി കിട്ടാൻ പോകുന്നില്ല കേട്ടോ. ഇല്ല, മുമ്പുണ്ടായിരുന്നു. നമ്മളെ കുടുംബത്തിൽ ആനയില്ലേ? ഇപ്പൊ ഇഷ്ടംപോലെ ആനയുണ്ട്. അവിടെ കൂപ്പിന് പണിയെടുപ്പിക്കാതെ വെറുതെ തീറ്റ കൊടുത്ത് വളർത്തേന്. മുടിയന്റെ കല്യാണക്കാരും അല്ല ഇവിടെ പറയണത്. പിന്നെ നമ്മളെ ലച്ചുമോക്ക്. അതെ, ലച്ചുമോക്കെന്ന് ഇവരെന്തോന്ന് പറഞ്ഞോണ്ട് പോണത്? എന്ത് പറഞ്ഞല്ലോ? ചിന്തിച്ചൂടി, അത് ചിന്തിച്ച് പെരുമാറ്. അച്ഛന് പിന്നെ അങ്ങനത്തെ ബോധമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും കേട്ടോടനെ ചാടി കയറി കലവില എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഒന്നും ആയില്ലടേ, അവർക്ക് അതിനുള്ള പ്രായം ആയില്ലല്ല. ഇതന്നല്ല അച്ഛൻ പറഞ്ഞത്. ഇനി അവൻ എന്തെങ്കിലും കാര്യം പറഞ്ഞോണ്ട് വന്നാ ഭവാനി അമ്മ ഉണ്ടാക്കാതിരുന്നാ മതി. ഈ നാട്ടിലുള്ള ചില അച്ഛന്മാരുണ്ട്, പെൺപിള്ളേരുടെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാല് അവർക്ക് സ്ത്രീധനം കൊടുക്കണമല്ലോ എന്നോർത്ത് വിഷമിച്ച് കള്ളു അടിച്ച്. എവിടെയാണ് വീട്? മണ്ണാർശാല ക്ഷേത്രത്തിനടുത്ത്. എടാ, നീ അറിയോടാ നമ്മുടെ വീട്ടില്? എന്റെ മക്കളെ ഈ വർണ്ണവന്മാരെ മുമ്പ് നിന്നെ ഞാൻ പിടിച്ചു നിർത്താനൊന്നും പോണില്ല.